ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എവ്രിവൺ സ്വിച്ച് ഓൺ യുവർ വീഡിയോസ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്ത് അതിനെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമുക്ക് കിട്ടുന്ന ഒരു അറിവും ചെറുതല്ല, ഏതൊരു അറിവും നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റം വരുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ പെൺമക്കൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തോ, നമ്മുടെ വെൽത്തോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയോ, അല്ലെങ്കിൽ നമ്മുടെ ജുവലറിയോ ഒന്നുമല്ല. നമ്മൾ അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് റൈറ്റ് വാല്യൂസ് ആണ്. നമുക്ക് ശരിയായിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കണം. അതുപോലെ അവരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരാനായിട്ട് നമ്മൾ ഉള്ള കാര്യങ്ങൾ, അവരിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക, അവരുടെ സ്ട്രെങ്ത് വളർത്താനായിട്ട് സഹായിക്കുക. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ വരുന്ന ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ മൂല്യങ്ങളും അത് ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ പോകുന്നത് 10 പ്രൈസ്ലെസ് ആയിട്ടുള്ള, വിലമതിക്കാൻ പറ്റാത്ത അറിവുകളാണ്. അപ്പൊ എല്ലാ പേരൻസും മക്കൾക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവരൊരു സക്സസ്ഫുൾ വിമണായി മാറും. അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അവളുടെ മൂല്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. അവർ കോൺഫിഡൻ്റ് ആയി മാറും. അപ്പോൾ ഒന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത്, എല്ലാവരും എഴുതിക്കോളൂ, ലെസൺ നമ്പർ 1 എന്ന് പറയുന്നത് ടീച്ച് ഹെർ സെൽഫ് വർത്ത്. അവളുടെ മൂല്യങ്ങൾ തിരിച്ചറിയാനായിട്ട് അവളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പല പെൺകുട്ടികളും വളർന്നു വരുന്നത് ഞാൻ എത്ര പോരാ, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളൂല. അതായത് സമൂഹം അവരെ അവരുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ രൂപത്തിൻ്റെ പേരിൽ, അവരുടെ കഴിവുകളുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ ജോലി, അവരുടെ മാരേജ്, ഈ കാര്യത്തിലൊക്കെ സമൂഹം പലതരത്തിലുള്ള കമ്പാരിസൺ ചെയ്യും. അപ്പം നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ദിവസവും നമ്മൾ മക്കളോട് ഇത് പറയണം. നീ മിടുക്കിയാണ്, നീ നല്ല കുട്ടിയാണ്, നീ പിന്നെ സുന്ദരിയാണ് എന്നൊക്കെ അവരോട് പറയണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആത്മവിശ്വാസം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നെഗറ്റീവ് പറയുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുകയും ഞാൻ പല ടീനേജേഴ്സിനും ക്ലാസ് എടുക്കുമ്പോൾ പല ടീനേജേഴ്സിനും കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികളായിരിക്കും. അവരോട് ആരെങ്കിലും ഒക്കെ പറയും നിന്നെ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ഇത് കയറിക്കൂടും. അവർക്കത് ഭയങ്കര വിഷമമാവും. ചിലപ്പോൾ എന്താ പറയുക, ചില കാര്യങ്ങളിലൊന്നും അവർക്ക് അത്ര വലിയ കഴിവുണ്ടായിരിക്കില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് ഇവർ മനസ്സിൽ പിടിച്ചു വെച്ച് എന്നെ കൊള്ളൂല്ല, ഞാൻ അങ്ങനെയാണ്, ഞാനൊന്നും ചെയ്താൽ ശരിയാ, ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു സമൂഹം ആത്മവിശ്വാസത്തെ തകർക്കുമ്പോൾ നമ്മളും കൂടെ നീ അങ്ങനെയാണ്, നീ പയ്യപ്പതിങ്ങ, നീ ഒന്നും ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അവരോട് പറയേണ്ട. നീ മിടുക്കിയ, നീ സൂപ്പർ അടിപൊളി, എൻ്റെ മോള് ഏറ്റവും നല്ല കഴിവുള്ള കുട്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും അവരോട് പറയണം. കാര്യം മറ്റുള്ളവരല്ല നിന്റെ വില തീരുമാനിക്കേണ്ടത്, നീയാണ് തീരുമാനിക്കേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയണം ഐ എം പ്രൗഡ് ഓഫ് യു. ചില കുട്ടികൾക്കൊക്കെ കുറച്ച് കളർ കുറവുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര വിഷമമായിരിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ കളറൊന്നും ഒരിക്കലും എന്താ പറയുക, കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് ഈ പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് പല പെൺകുട്ടികളും നീ കാക്കക്കറുമ്പി, അല്ലെങ്കിൽ നിനക്ക് കളർ കുറവാണ്, നീ അത് തടിച്ചിട്ടാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയത്തില്ലായിരിക്കും. നമ്മൾ ഒരിക്കലും വീട്ടിൽ പോലും കുഞ്ഞുങ്ങളോട് അങ്ങനെ താരതമ്യം ചെയ്യരുത്. ചിലപ്പോൾ മൂത്ത കുട്ടി നല്ല കളറുള്ള കുട്ടിയായിരിക്കാം, ഇളയ കുട്ടിക്ക് ഇച്ചിരി കളർ കുറവായിരിക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു ഡിഫറൻസ് കാണിക്കുക, അല്ലെങ്കിൽ ആൺകുട്ടികളോട് കൂടുതൽ സ്നേഹം കാണിക്കുക, പെൺകുട്ടികളോട് കാണിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള വേർതിരിവ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, 168 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ. ടീനേജിലൊക്കെ ആ സമയത്ത് എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കളിയാക്കും, ഭയങ്കര പൊക്കമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുമ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ആവുമായിരുന്നു. അപ്പോൾ വീട്ടിലുള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം. അവരിങ്ങനെ വന്നിട്ട് പറയാം, അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. പ്രത്യേകിച്ചും ടീനേജ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സിലൂടെയും സ്ട്രെയിനിലൂടെയും കടന്നു പോകുന്ന
ആ ഒരു സമയമാണ്. അപ്പോൾ ഇതൂടെ കേൾക്കുമ്പോൾ ഇത് പഠനത്തെ ബാധിക്കും, എല്ലാ രീതിയിലും ആ കുട്ടിയുടെ മാനസിക നിലയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ അങ്ങനെയുള്ള കമ്പാരിസൺസോ നെഗറ്റീവോ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊന്നും ഒന്നുമല്ല, നീ നല്ല കുട്ടിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല ബോൾഡാണ്, ഇതൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്നവരോട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവളിൽ ആ സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കണം. അതുപോലെ ഈ ലോകം അവളുടെ ആത്മവിശ്വാസത്തെ തകർക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഇനി എഴുതിക്കോളൂ, ലെസൺ നമ്പർ 2 എന്ന് പറയുന്നത് ടീച്ച് ഹർ ഇൻഡിപെൻഡൻസ്. നമ്മൾ അവളെ സ്വാതന്ത്ര്യത്തോടെ വളർത്തുക. അതായത് അവളെ ആരിലും ഡിപ്പെൻഡൻ്റ് ആക്കി വളർത്തിയെടുക്കരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മളിൽ പോലും കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡൻ്റ് ആക്കി വളർത്തരുത്. പല പേരൻസും ഇങ്ങനെ അമൂൽ ബേബിയുടെ കണക്ക് ഡിപ്പെൻഡ് ചെയ്ത് വളർത്തുക. ചില പെൺകുട്ടികൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ ഒരു കഴിവുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ പേരൻസ് ഇങ്ങനെ അമൂൽ ബേബി പോലൊന്നും വളർത്തിയെടുത്തല്ല, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു. അപ്പോൾ പറയില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. ജീവിതാനുഭവങ്ങൾ അത്രയ്ക്കുള്ളത് കൊണ്ട് തന്നെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സർവൈവ് ചെയ്യും, നമ്മൾ തകർന്നു പോവില്ല. പല പെൺകുട്ടികളെയും നമ്മൾ കാണാറുണ്ട്, അവർക്ക് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, ഒരു റിജക്ഷൻ വന്നാൽ, ഒരു ലവ് ഫെയില്യൂർ വന്നാൽ, പയ്യനൊന്ന് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവള് ആത്മഹത്യ ചെയ്യാണ്, ഇനി എനിക്ക് ജീവിക്കണ്ട. അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലും കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയായിരിക്കും അവിടെ, അത് സഹിക്കാൻ വയ്യാതെ ജീവൻ എടുക്കുന്ന പല പെൺകുട്ടികളുമുണ്ട്. നമ്മൾ മക്കളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ചെറുപ്പം മുതലേ അവർക്ക് നല്ല രീതിയിലുള്ള അറിവ് കൊടുക്കണം. നമ്മൾ ഒരു കാരണവശാലും ചെറിയ ചെറിയ സിറ്റുവേഷനിലും മനസ്സിനെ തളർത്തരുത്. നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ പറയണം. ഒരു മനുഷ്യരും ഡിപ്പെൻഡൻ്റ് ആക്കി വളർത്തരുത്. നിങ്ങളിൽ പോലും പേരൻസിനെ പോലും ഓവർ ഡിപ്പെൻഡൻ്റ് ആക്കി വളർത്തരുത്. ലൈഫിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. അതുപോലെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഓരോ പേരൻസും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അതിന് പ്രാപ്തരാക്കുക. പല പേരൻസും ചിന്തിക്കുന്നറിയോ, 18 വയസ്സ് കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടണം. കല്യാണമാണോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? പണ്ട് നമ്മുടെയൊക്കെ സമയത്ത് അങ്ങനെയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 18 വയസ്സ് കഴിയുമ്പോഴും വീട്ടിൽ ചിന്ത തുടങ്ങിയോ, പെണ്ണ് 18 വയസ്സായിപ്പോൾ അവളെ കെട്ടിച്ചയക്കണം അല്ലേ. വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ അന്ന് വിവാഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്, പെൺകുട്ടികളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ചാൽ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. മക്കൾക്ക് വിവാഹമല്ല ഫസ്റ്റ് പ്രയോറിറ്റി, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് അവർ സ്വന്തമായിട്ട് ഇൻകം ഏൺ ചെയ്തിട്ട് ദൈവത്തെ ഓർത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ പഠിച്ചൊരു ജോലി മേടിച്ച് അവർ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തരായി അവർ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവൾക്ക് ആ ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുമ്പം ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാലും അവൾക്കൊരു വിലയുണ്ടാവും. അവളുടെ ഒരു ആത്മവിശ്വാസവും വളരെ ഹൈ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പേരൻസ് പഠിച്ചു തീരുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചയക്കും. പിന്നെ ചെന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുറേ സ്ട്രഗിൾ. നമ്മുടെയൊക്കെ അനുഭവങ്ങൾ ആലോചിച്ച് നോക്കുക. ജോലി ഇല്ലാതെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിന് ഹസ്ബൻഡിൻ്റെ മുമ്പിൽ കൈ നീട്ടണം, അതിന് പൈസ തരും, ഇതിന് പൈസ ഇല്ലേ, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പം വിവാഹമല്ല ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു ജോലി കണ്ടെത്തി അവർക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ആ ഒരു കരുത്താണ് നമ്മൾ പെൺമക്കൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ ജോലിയെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഒരു ജോലിയൊക്കെ ഉള്ള പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഒരു വിലയുണ്ടാവും, ഭർത്താവിന് ഒരു വിലയുണ്ടാവും, സമൂഹത്തിന് ഒരു വിലയുണ്ടാവും അല്ലേ. ഇനി അടുത്ത ലെസൺ നമ്പർ 3 എന്ന് പറയുന്നത് ടീച്ച് ഹർ ബൗണ്ടറീസ്. അവളെ ബൗണ്ടറീസ് പഠിപ്പിക്കാം. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം. അത് കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിക്കണം. എല്ലാ കാര്യത്തിനും ഇങ്ങനെ എസ് മൂളി പയ്യെ പതുങ്ങിയായിട്ടിരുന്നെങ്കിൽ ആൾക്കാർ അവരെ മിസ്യൂസ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പറയുക. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊരു അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവളെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് നോ പറയേണ്ടതാണെങ്കിൽ നോ പറയാൻ തന്നെ നമ്മൾ അവരെ പഠിപ്പിക്കുക. ഇനി ലെസൺ നമ്പർ 4 എന്ന് പറയുന്നത് അവളെ നല്ല കറേജോടെ വളർത്തിയെടുക്കുക. പല പെൺകുട്ടികളുടെയും പ്രശ്നമാണ് ഫിയർ ഓഫ് ഫെയില്യുവർ. ഞാൻ തോറ്റുപോകുമോ, ഞാൻ ജീവിതത്തിൽ തോറ്റുപോകുമോ, പരീക്ഷയിൽ തോറ്റുപോകുമോ, എല്ലായിടത്തും ഞാനൊരു ഫെയില്യുവർ ആയി പോകുമോ. കാര്യം
വീട്ടിൽ ചിലപ്പോൾ സ്നേഹം കിട്ടാതെയൊക്കെ വളരുന്ന പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ സമൂഹത്തിൽ നിന്നുമൊക്കെ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് എപ്പോഴും ഉള്ളിനകത്തൊരു ടെൻഷനും ഫിയറും ഒക്കെ ആയിരിക്കും. അതുപോലെ ഫിയർ ഓഫ് റിജക്ഷൻ അതൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സ് പകരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എന്തു വന്നാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മൾ പേരൻസ് കൊടുക്കുക. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന കാര്യമാണ്. കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി, അവിടെ ഹസ്ബൻഡിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ, ആ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നല്ല സാഹചര്യങ്ങളായിരുന്നു, പ്രത്യേകിച്ച് ഒരു സഹനങ്ങളും സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല. അവിടെ ഈ ദുരനുഭവങ്ങൾ വരുമ്പോൾ അവളത് ഭയങ്കരമായിട്ട് പേരൻസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വിഷമിക്കുമോ എന്ന് വിചാരിച്ച് സ്വയം ജീവനെടുക്കുന്ന ഒരുപാട് പേര്, സ്ത്രീധനത്തിൻ്റെയൊക്കെ പേരിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പം സ്ത്രീധനത്തിന് വേണ്ടി വില പേശുന്നവർക്ക് ഒരു കാരണവശാലും നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. നമ്മുടെ മകള് നമ്മുടെ രാജകുമാരിയെ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ രാജകുമാരിയെ പോലെ നോക്കുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കല്യാണം കഴിച്ച് അയക്കാവൂ. അല്ലാതെ പൈസയെ മോഹിച്ച് സ്വത്ത് മോഹിച്ച് വരുന്നവരെ അവരോടൊക്കെ നോ പറയാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സ് തകർന്ന് ആത്മഹത്യയിലേക്ക് പോകാതെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്ത് സിറ്റുവേഷൻ വന്നാലും തരണം ചെയ്ത് മുന്നോട്ട്. മക്കളെ, നിന്റെ കൂടെ ഞാനുണ്ട്. ചില പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ പേരൻസ് ഒരാളൊന്നും കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ തന്നെ, അപ്പോൾ അവിടെ പോയതില്ലേ പറഞ്ഞങ്ങ് വിടും. അപ്പോൾ ഇവർ ചിലപ്പം അത്രയും മനസ്സ് തകർന്നിട്ടായിരിക്കും നമ്മളോട് ആ പ്രശ്നം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സിരുത്തി കേൾക്കുക, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? ചിലപ്പോൾ വലിയ പ്രശ്നമായിട്ടായിരിക്കും അവൾ എത്തിപ്പോലും പറയുന്നത്, മനസ്സ് തകർന്നിട്ടായിരിക്കും. ഇത് കാര്യമായിട്ട് എടുക്കാതിരുന്ന് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ മകളെ. മറ്റുള്ളവർക്ക് എന്താ? അപ്പോൾ അവരെ നല്ല ബോൾഡാക്കി, നല്ല സ്ട്രോങ് ആക്കി, നല്ല കോൺഫിഡൻസോട് കൂടി വളർത്തിയെടുക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ. മക്കളെ, നിന്റെ കൂടെ ഞങ്ങളുണ്ട്, അച്ഛനും അമ്മയും നിന്റെ കൂടെ ഉണ്ട്, നിന്റെ ഫാമിലി നിന്റെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് നീ ഇരിക്കുന്നു പറയാനായിട്ട് ഓരോ പേരൻസിനും പറ്റണം. അതുപോലെ തന്നെ ലെസൺ നമ്പർ 5 എന്ന് പറയുന്നത് ടീച്ച് ഹെർ എഡ്യൂക്കേഷൻ ഈസ് പവർ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശക്തിയാണ് നമ്മളെ പഠിപ്പിക്കുക. ഇപ്പോൾ കുറച്ച് സ്വർണ്ണമുണ്ട്, സ്വർണ്ണം വേണമെങ്കിൽ കള്ളന്മാർക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാം, നമ്മുടെ പ്രോപ്പർട്ടി നഷ്ടം വരാം. പക്ഷേ അറിവ് ഒരിക്കലും മറ്റുള്ളവർക്ക് ഇല്ലാതാക്കാനാവാത്തൊരു കാര്യമാണ്, അല്ലേ? അപ്പം നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തുക, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ അല്ല എന്ന് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു കേൾക്കാറുള്ള ഒരു സെൻറ്റൻസ് ആയിരുന്നു. ഇവളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്തിനാ, പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണ് ഡിഗ്രിക്ക് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിലയല്ലേ, അതിനേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യത്തിനൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാനിത് കേട്ടിട്ട് മനസ്സിൽ പിടിച്ചു വെച്ചേക്കാം, ഇതിന് വേണ്ടിയിട്ടാണല്ലേ ഞാൻ പഠിക്കുന്നത്. അത് നമ്മുടെ പേരൻസിനൊന്നും അന്ന് അറിയത്തില്ല, ആ ഒരു രീതിയിൽ പറയുമായിരുന്നു. അപ്പം പിള്ളേർ അത് കേട്ട് ഒരിക്കലും ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ വിവാഹ മാർക്കറ്റിൽ അവർക്കൊരു ഡിമാൻഡ് കിട്ടാൻ വേണ്ടി ഞാൻ PhD എടുത്താണ് അല്ലെങ്കിൽ MA എടുത്താണ് എന്ന് കാണിക്കാനോ അല്ല വിദ്യാഭ്യാസം. അത് അവൾക്ക് സ്വന്തമായിട്ട് അതിൽ നിന്നൊരു വരുമാന മാർഗം കണ്ടെത്തി അവൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള ഒരു മാർഗമാണ്. അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ലെസൺ നമ്പർ 6 എന്ന് പറയുന്നത് ടീച്ച് ഹെർ ടു വാല്യൂ ഹെൽത്ത്. പെൺകുട്ടികൾ പൊതുവേ, അത് അമ്മമാരും അങ്ങനെ തന്നെയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കും. മോളെ, എല്ലാവർക്കും വേണ്ടി നീ എല്ലാം ത്യജിക്കണമെന്നല്ല അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നീ നിന്റെ ആരോഗ്യം, നിന്റെ മാനസിക ആരോഗ്യം, എസ്പെഷ്യലി നമ്മുടെ ഹെൽത്ത് പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കണം, ഇതൊക്കെ പെർഫെക്റ്റ് ആക്കി വെക്കണം. മനസ്സിനകത്ത് നെഗറ്റീവ്സ് കൊണ്ടു നടന്ന് ആവശ്യമില്ലാത്ത ചിന്തിച്ച് സ്ട്രെസ്സും ടെൻഷനിലും ഒക്കെ ജീവിക്കേണ്ടവളല്ല. അപ്പം നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോൾ പലരെയും കാണുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, എപ്പോഴും ഒന്ന് ഫിയറാണ്. എൻ്റെ ഭാവി എന്താകുമെന്നുള്ള ആശങ്ക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, പലരും വന്നിട്ട് നെഗറ്റീവ് എന്തെങ്കിലും പറയും, പ്രവർത്തിക്കും. ഇതൊക്കെ കണ്ട് മനസ്സ് തകരുന്ന ഒരവസ്ഥ. ഹാപ്പി ആയിരിക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്ന് ആ ഹാപ്പിനെസ് പോകുന്നു, മനസ്സാകെ അസ്വസ്ഥമാകുന്നു, ഭാവിയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള
സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് മാലിന്യങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കണം. മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് മനസ്സിനെ ക്ലിയർ ആക്കി എടുക്കണം. നമുക്ക് അങ്ങനെ മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സാണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്. അപ്പം അതിൻ്റെ സെപ്റ്റംബർ മാസത്തെ ബാച്ച് ആരംഭിക്കുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കും. അടുത്ത മാസം ഒരുപാട് പുതിയ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പങ്കെടുത്തിട്ടുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ടീനേജ് പ്രായത്തിലൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്കുള്ള ക്ലാസ് സെപ്റ്റംബർ 8-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊരു മെന്റർക്കായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യിച്ച് അവരുടെ മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് പേഴ്സണൽ സെക്രട്ടറി മിനിയെ കോൺടാക്ട് ചെയ്യുക. മിനിയുടെ നമ്പർ 9526549978 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്പർ യൂട്യൂബിൽ ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും നമ്പർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ലെസൺ 7 എന്ന് പറയുന്നത് ടീച്ച് ഹെർ മണി മാനേജ്മെൻറ്റ്. പൈസ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ പെൺകുട്ടികളെ ഒരുപാട് ദൂരത്തടിച്ച് പൈസ വാഴിക്കളയാതെ എങ്ങനെ അതിനെ സേവ് ചെയ്യാം, എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് വിമൻ നെവർ ഹാസ് ടു ബെഗ് ഫോർ റെസ്പെക്റ്റ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ ആരെയും നമുക്ക് റെസ്പെക്റ്റിന് വേണ്ടി ആരുടെ മുമ്പിൽ ബെഗ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്, നമുക്കൊരു വരുമാനം, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ബഹുമാനിക്കും. ശരിയല്ലേ? ഇന്ന് ടീച്ചറമ്മ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇത്രയും സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്താ? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത് കൊണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകൾ വാല്യൂ തരത്തില്ല അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പെക്റ്റോ വാല്യൂ ഒന്നും തരില്ല. അപ്പം നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളപ്പോൾ, കാര്യം ഈ 2 എക്സ്റ്റെൻറ്റിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാതെയും ബുദ്ധിമുട്ടിലും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലും ജീവിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മളോട് ആൾക്കാരുടെ പെരുമാറ്റം എന്തായിരുന്നു. പക്ഷേ ഇപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കഴിഞ്ഞപ്പോൾ ആളുകളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ ലെസൺ നമ്പർ 8 എന്ന് പറയുന്നത് ടീച്ച് ഹർ ടു ചൂസ് റൈറ്റ് പാർട്ട്ണർ. ചില പേരൻസ് കല്യാണത്തിന് നിർബന്ധിക്കും, മോളെ നല്ലൊരു പ്രപ്പോസലാണ്, നീ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ, നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്തുകളെ, അമ്മ ഇങ്ങനെ ചെയ്തുകളെ, നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത്. ദൈവത്തെ ഓർത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരിഷ്ടം പോലെ സ്വത്തുകാരല്ലേ അവർക്ക്, അതുകൊണ്ട് ഇവർക്ക് ഇതുണ്ട്. നമ്മൾ പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കുക. ശരിക്കും ആ പെൺകുട്ടി മനസ്സുകൊണ്ട് വിവാഹത്തിന് ഓക്കെയാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഒരുപാട് ബോൾഡാണ്. അവരവരുടെ ലൈഫ് പാർട്ട്ണറൊക്കെ വളരെ ആലോചിച്ച് തിരഞ്ഞെടുക്കാറുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ആ ബന്ധം ഇഷ്ടമാണോ, ആ പയ്യനെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ, അവൾക്ക് ആ ഒരു ബന്ധത്തിൽ അവൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുക. ചിലപ്പം അവർക്കൊരു അഫെയർ ഉണ്ടെന്ന് നമ്മളറിയാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. പലർക്കും മറ്റഭിപ്രായങ്ങളുണ്ടാവാം. ഇപ്പോൾ ഒരു പെൺകുട്ടി അവൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണ്. അപ്പം നമ്മൾ ഇല്ല, ആ ബന്ധം ഒരിക്കലും നടത്തി തരത്തില്ല, ജാതി മതം അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പെൺകുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന പെയിൻ, അത്രയും നാൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ മറ്റൊരു ലൈഫിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പെടുന്ന പാട്. ചിലപ്പോൾ അവൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ടായിരിക്കും മറ്റൊരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത്. നമ്മൾ വിഷമിക്കേണ്ടെന്ന് കരുതി ചിലപ്പോൾ അത് പുറത്ത് കാണിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മൾ ജാതിയും മതവും ഒന്നും നോക്കാതെ നല്ലൊരു ബന്ധമാണ്, അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പയ്യൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കുക. അല്ലാണ്ട് അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും കല്യാണം നടത്തി വെച്ച് പിന്നീട് അതിനകത്തൊരു പ്രശ്നങ്ങളുണ്ടായി അവൾ കിടന്ന് ദുഃഖിക്കുന്ന അവളുടെ ആ ഒരു കണ്ണറാ ദുഃഖം നമ്മൾ കാണാനായിട്ട് ഇടയാവരുത് കേട്ടോ. അതുപോലെ ലെസൺ നമ്പർ 9 എന്ന് പറയുന്നത് ടീച്ച് ഹെർ കൈൻഡ്നെസ്. അതുപോലെ തന്നെ സ്ട്രെങ്ത് അവളെ പഠിപ്പിക്കുക. എപ്പോഴും കൈൻഡ് ആയിരിക്കുക, എല്ലാവരുടെ സ്നേഹത്തോടെ പെരുമാറുക. അതുപോലെ അവൾ വളരെ സ്ട്രോങ് ആയിരിക്കാനും ബോൾഡായിട്ടിരിക്കാനും നമ്മൾ അവളെ പഠിപ്പിച്ചു കൊടുക്കുക. ലെസൺ നമ്പർ 10 എന്ന് പറയുന്നത് ടീച്ച് ഹർ ടു ഡ്രീം ബിഗ്. വലുത് സ്വപ്നം കാണാനായിട്ട് നമ്മൾ മക്കളോട് പറയുക. അതായത് അവർക്ക് എന്താകാനാണ് ഇഷ്ടം. അവർക്ക് ചിലപ്പം പൈലറ്റ് ആകാനായിരിക്കും ഇഷ്ടം, ആർട്ടിസ്റ്റ് ആവാനായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ ഇഷ്ടം. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പല പേരൻസും പറയും വേണ്ട,
നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ടീച്ചേഴ്സോ നീ ടീച്ചറായാൽ മതി, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഡോക്ടേഴ്സോ നീ ഡോക്ടറായാൽ മതി, അടിച്ചേൽപ്പിക്കുക, ചാക്കോ മാഷ് കളിക്കല്ലേ. അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. പണ്ട് എനിക്ക് എയർ ഹോസ്റ്റസ് ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു നടക്കത്തില്ല, പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പം ഓരോ ടേസ്റ്റിനനുസരിച്ച് പെൺകുട്ടികൾക്ക് നോക്കുക, നമുക്കത് ഓക്കെയാണ്, അവർക്ക് നല്ലൊരു കരിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ആ ഒരു കരിയർ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ഉത്തരവാദിത്വം മാത്രമല്ല, ഷീസ് യുവർ ലെഗസി. നിങ്ങൾ ഇന്ന് നൽകുന്ന വാല്യൂസ് ആണ് അവർക്ക് അവരെ വളരെ കരുത്തരായിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് മാറാനായിട്ട് അവരെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെൺകുട്ടികളെ നല്ല ബോൾഡായിട്ട് നല്ല മിടുക്കികളായിട്ട് എപ്പോഴും അവരോട് പറയാം, മക്കളെ നീ അടിപൊളി, നീ സൂപ്പറാടാ, നീ പൊന്നാടാ, നീ മുത്താടാ, അച്ഛൻ്റെ അമ്മയുടെ രാജകുമാരിയാടാ. അത്ര സ്നേഹം കൊടുത്ത് വളർത്തണേ. ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാതെ വളർന്നവർക്ക് അറിയാം അല്ലെ, എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ട്? അനുഭവം ഉള്ളവർ യെസ് എന്ന് കമൻറ്റ് ഇടുക. ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാതെ വളർന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വാല്യൂസ് ഒന്നും നമുക്ക് തരാതെ, നമുക്ക് ചിലപ്പോൾ പേരൻസിന് തരാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെ തരാതിരുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കണം, നല്ല ആത്മവിശ്വാസത്തോടെ വളർത്തിയെടുക്കണം. ഒരിക്കലും അവരോട് നെഗറ്റീവ് പറയരുത്, നീ കറുമ്പിയ, നീ തടിച്ചിയ, നീ ഇങ്ങനെയാണ്, നിന്നെ കാണാൻ കൊള്ളൂലേ, ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് കുഞ്ഞിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കില്ല. സൂപ്പറാടാ, എൻ്റെ പൊന്ന് അടിപൊളിയാടാ, നീ മുത്താടാ, നീ ചക്കരയാടാ, നീ വന്നതിന് ശേഷമാടാ നമ്മുടെ ലൈഫ് ഇത്രയും സൂപ്പറായത്, നീ ഞങ്ങളുടെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഫീൽ ചെയ്യണം, യെസ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ രാജകുമാരിയാണ്. സത്യം ഞാനിപ്പോൾ ഓർക്കുന്നത് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്ന പോലും നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാറുണ്ട്. കാര്യം എൻ്റെ സ്വപ്നങ്ങൾ നടത്തി തരാൻ പുള്ളിക്ക് അറിയാം. ഞാൻ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തി. എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും ഒന്നും സ്നേഹം കിട്ടാതെ വളർന്നൊരു കുട്ടി. അപ്പോൾ എനിക്ക് സ്നേഹം എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത് ഹസ്ബൻഡിൽ നിന്ന്. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങൾ ഇന്ന് കാണാറുണ്ട് സാർ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താ, എൻ്റെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് എന്നെ സഹായിക്കുക, ഞാൻ എത്ര ഹാപ്പി ആയിരിക്കും, എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു തരിക, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഭയങ്കര സന്തോഷമാണ് നമുക്ക് വേണ്ടി ഒരാൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് വേണ്ടി ജീവിക്കാം, നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി നമ്മളെ സഹായിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കളോട് ആവർത്തിച്ച് പറയണം, നിൻ്റെ കൂടെ എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക, എന്തുണ്ടെങ്കിലും ഞങ്ങൾ തുറന്ന് പറയണം, നീ സ്ട്രോങ് ആയിരിക്കും, മിടുക്കിയായിട്ടിരിക്കും, എൻ്റെ പൊന്നാണ്, എൻ്റെ മുത്താണ്, എൻ്റെ രാജകുമാരിയാണെന്ന് എപ്പോഴും പറയണം, എല്ലാ ദിവസവും പറയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ പെൺമക്കളുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാത്തവർ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനും ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനും പറ്റും. പിന്നെ നമ്മുടെ സിൽവർ ക്ലാസ് സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് മിനിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഒന്നുകൂടെ പറയാം, 9526549978. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ, താങ്ക് യു.